സംസ്ഥാനത്ത് 3 ദിവസം കൂടി സൂര്യാഘാത സാധ്യത തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം എത്തുന്നില്ല. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാകുന്നു. കനാലിന്റെ വാലറ്റത്തുള്ള ചോങ്കുളത്തിൽ വെള്ളമെത്താത്തതാണ് പ്രതിസന്ധിയാകുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞ എരുമപ്പെട്ടി മണ്ണാംകുന്ന് കോളനിയിലെ പൊതുകുളം. മലിനജലം വറ്റിച്ച് കുളം വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയെ ചാലക്കുടി പോലീസ് പിടികൂടി. നാട്ടികയിലും പാലിയേക്കരയിലും പുറമ്പോക്കിൽ വളർത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട 2 വീടുകളിൽ മോഷണം. 5 പവൻ നഷ്ടപ്പെട്ടു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 3 ദിവസം കൂടി സൂര്യാഘാത സാധ്യത തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ. വേനൽ ചൂട് ശക്തമായതിനെ തുടർന്ന് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളം ലഭ്യമാക്കാനും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. ബുധനാഴ്ച ജില്ലയിൽ 37.3 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ 3 ഡിഗ്രി ചൂടാണ് കുറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. 40.4 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 6 പേർക്ക് കൂടി സൂര്യതാപമേറ്റു. ഒരുമനയൂരിൽ വീട്ടമ്മയ്ക്ക് സൂര്യതാപമേറ്റു. ഒരുമനയൂർ 9-ാം വാർഡിൽ മുനയ്ക്കക്കടവ് പയ്യാക്കൽ സുരന്റെ ഭാര്യ ഇന്ദിരയ്ക്കാണ് സൂര്യതാപമേറ്റത്. വെള്ളം ശേഖരിക്കുന്നതിനായി ഏറെ നേരം പുറത്തുനിന്ന ഇന്ദിര വീടിനകത്തേക്ക് കയറിയതോടെ ശരീരത്തിൽ പൊള്ളൽ അനുഭവപ്പെടുകയായിരുന്നു. 2 കൈയിലും സാരമായി പൊള്ളലേറ്റ് വീർത്തതോടെ ഉടൻ തന്നെ ഇവർ ഒരുമനയൂർ മുത്തമാവിലെ ഹെൽത്ത് സെന്ററിലെത്തി പ്രാഥമിക ചികിത്സ തേടി. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത, പഞ്ചായത്ത് അംഗം ഹംസക്കുട്ടി എന്നിവർ ഇന്ദിരയുടെ വീട്ടിലെത്തി. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളമെത്തുന്നില്ല. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാകുന്നു. കനാലിന്റെ വാലറ്റത്തുള്ള ചോങ്കുളത്തിൽ വെള്ളമെത്താത്തതാണ് മേഖലയിൽ ജലക്ഷാമത്തിനിടയാക്കുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ തുമ്പൂർമൊഴി സ്റ്റോറേജ് ഡാമിൽ നിന്ന് പുറപ്പെടുന്ന വലതുകര കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ. കനാൽ ഒഴുകി അവസാനിക്കുന്ന ഭാഗത്താണ് ചോങ്കുളമുള്ളത്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ വേനൽക്കാലത്ത് ഈ കുളത്തിലേക്ക് കനാൽ വെള്ളം എത്തിയിരുന്നു. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിലും പരിസരത്തുമുള്ള പാടങ്ങളിൽ നെൽകൃഷിക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ കുളത്തിലെ വെള്ളമായിരുന്നു. വേനൽക്കാലത്ത് പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിന്നിരുന്നതും ചോങ്കുളത്തെ ആശ്രയിച്ചാണ്. കനാലിന്റെ വാലറ്റം വരെ വെള്ളമെത്തിക്കാനുള്ള നടപടിയെന്ന നിലയിൽ 2 പതിറ്റാണ്ട് മുമ്പ് കനാലിന്റെ വശങ്ങളും അടിത്തട്ടും കോടികൾ ചെലവിട്ട് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നു. എന്നാൽ ചോങ്കുളത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ഇതുകൊണ്ടും കഴിഞ്ഞില്ല. ചോങ്കുളത്തിലേക്ക് ശരിയായ തോതിൽ വെള്ളം എത്തിയിട്ട് ഏറെ കാലമായെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വർഷം ഇതുവരെയായിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് വെള്ളം വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായ ഭാഗമാണ് ഈ ഭാഗം. ആ ഭാഗത്താണ് തീരെ വെള്ളമില്ലാത്തത്. ചോങ്കുളം പരിസര ഭാഗത്തൊന്നും വെള്ളമില്ല, നിറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെയാണ് ഇതിലും ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇതിൽ കനാലിൽ വെള്ളം കൊണ്ടുവരണം എന്നുള്ളൊരൊറ്റ അഭ്യർത്ഥന മാത്രമാണുള്ളത്. വേനലിൽ വെള്ളം എത്താറില്ലെങ്കിലും മഴക്കാലമായാൽ കനാലിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ അത്രയും ഏറ്റുവാങ്ങുന്നത് ചോങ്കുളമാണ്. ചോങ്കുളത്തിലേക്ക് വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ പ്രതീകാത്മകമായി കുളം നിറയ്ക്കൽ സമരവും കൊടകരയിലെ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ദിവസത്തോളം തുടർച്ചയായി കനാലിൽ വെള്ളം തുറന്നുവിട്ടെങ്കിലും മറ്റത്തൂരിലെ ചോങ്കുളം വരെ വെള്ളമെത്തിയില്ല. വേനലായതോടെ പ്രദേശത്തെ കുട്ടികൾ ചോങ്കുളത്തെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന കളിക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടകര. എരുമപ്പെട്ടി മണ്ണാംകുന്ന് കോളനിയിലെ പൊതുകുളം മാലിന്യങ്ങൾ നിറഞ്ഞ് നശിക്കുന്നു. 40 വർഷമായി കെട്ടിക്കിടക്കുന്ന മലിനജലം വറ്റിച്ച് കുളം വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ ഏറ്റവും വലിയ പട്ടികജാതി കോളനി കൂടിയായ മണ്ണാംകുന്നിലാണ് പൊതുകുളം സ്ഥിതി ചെയ്യുന്നത്. 59 കുടുംബങ്ങൾ താമസിക്കുന്ന മണ്ണാംകുന്നിലെ കോളനി നിവാസികൾ കുളിക്കുന്നതും വസ്ത്രം അലക്കുന്നതും ഇവിടെയാണ്. രൂക്ഷമായ ജലക്ഷാമമാണ് ഇവർ നേരിടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുളം വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അധികാരികൾ ഇത് തടയുകയാണുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. 40 കൊല്ലങ്ങളായി ഈ കോറിയിലെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇത് നന്നാക്കാൻ ഞങ്ങൾ ഒരിക്കൽ ശ്രമിച്ചിരുന്നു. അന്ന്
അധികാരികളെ കൂടിയിട്ട് ഞങ്ങൾ കള്ളക്കേസിൽ കുടുക്കി പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ ഈ ജലത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുകയെന്ന് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇപ്പോൾ അതിൽ തന്നെ കുളിക്കുന്നത്. നിരവധി തവണ വാർഡ് മെമ്പർമാർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പായലും നിറഞ്ഞ മലീമസമായ ജലാശയത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. 500 മുതൽ 1000 രൂപ വരെ കൊടുത്ത് ആഴ്ചയിൽ വണ്ടിവെള്ളം ഇറക്കേണ്ട അവസ്ഥയാണുള്ളത്. പകർച്ചവ്യാധികളും ത്വക്ക് രോഗങ്ങളും ഭയന്നാണ് ഇവർ ജീവിക്കുന്നത്. 200-ലധികം വരുന്ന കോളനി നിവാസികളുടെ ദുരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുളം വൃത്തിയാക്കി തരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കൊലക്കേസ് പ്രതിയെ കഞ്ചാവുമായി ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയും സംഘവും ചേർന്ന് പിടികൂടി. മാള പൂപ്പത്തി സ്വദേശി കോട്ടപ്പുറത്ത് രംഭ കണ്ണൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് പിടിയിലായത്. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ നടപടികളുടെ ഭാഗമായി നടത്തിയ തെരച്ചിലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് ITIയും ഗവൺമെന്റ് സ്കൂളും സ്ഥിതി ചെയ്യുന്ന കോടതി പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ വിഷ്ണുവിനെ കണ്ടത്. 2 വർഷം മുൻപ് മാളയിൽ ദേശവിളക്കിനോടനുബന്ധിച്ച് നടന്ന കൊലപാതക കേസിൽ പ്രതിയാണ് വിഷ്ണു. ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനുമോൻ തച്ചേത്ത്, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നാട്ടികയിലും പാലിയേക്കരയിലും കഞ്ചാവ് ചെടികൾ വളർത്തുന്നതായി കണ്ടെത്തി. നാട്ടിക ചേർക്കരയിൽ വാടാനപ്പള്ളി എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് പുറമ്പോക്കിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. തീരദേശ മേഖലയിൽ ലഹരി ഉപയോഗം കൂടുതലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ TR രാജേഷിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. നീലച്ചടയൻ ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ AB സുനിൽകുമാർ, സോണി K ദേവസി, സിവിൽ എക്സൈസ് ഓഫീസർ KK രാജു തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാലിയേക്കരയിൽ പഴയ ദേശീയപാതയോരത്ത് 2 അടി ഉയരമുള്ള നീലച്ചടയൻ ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ചെടിയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തിയത്. കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഷൊർണൂർ പരുത്തിപ്ര സ്വദേശി പള്ളിയാലിൽ മുഹമ്മദ് റാംഷിക്കാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സ്റ്റേഷൻ ഓഫീസർ വിപിൻ ഗോപിനാഥ്, SI റിൻസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട 2 വീടുകളിൽ മോഷണം. 5 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. കണ്ണമ്പുള്ളിപ്പുറം വാട്ടർ ടാങ്കിന് സമീപം കൊല്ലാറ ശിവരാമൻ, വായനശാലയ്ക്ക് കിഴക്ക് കൊരട്ടിൽ മോഹനൻ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. 2ഇടത്തും വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ശിവരാമന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. കുടുംബക്ഷേത്രമായ കൊല്ലാറ പൊന്നേമ്പറമ്പിൽ യക്ഷിക്കാവ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ ശിവരാമനാണ് സൂക്ഷിച്ചിരുന്നത്. 4 മാലയും 7 താലിയുമാണ് നഷ്ടപ്പെട്ടത്. വീടിനകത്തെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. വീടിനകത്ത് നിന്ന് മോഷ്ടാക്കൾ ഉപേക്ഷിച്ച 2 കമ്പിപ്പാരയും 2 വെട്ടുകത്തിയും ലഭിച്ചിട്ടുണ്ട്. 1/2 കിലോമീറ്റർ അകലെയുള്ള കൊരട്ടിൽ മോഹനന്റെ വീടും കുത്തി തുറന്നു. ഇവിടെ നിന്ന് പാത്രങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മോഹനനും കുടുംബവും മുംബൈയിലാണ് താമസം. 1.5 മാസം മുൻപാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. വീട് വൃത്തിയാക്കാനെത്തിയ ബന്ധുക്കളാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. കയ്പമംഗലം SI റിയാസ് ചാക്കീരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. TCV കയ്പമംഗലം. അരിമ്പൂർ പ്രദേശത്ത് കുടിവെള്ളം മുടക്കി വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ. കുന്നത്തങ്ങാടി സെന്ററിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി അരിമ്പൂർ പഞ്ചായത്തിൽ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായി. ലാലൂർ മുതൽ മണല്ലൂർ വരെ ഭൂമിക്കടിയിലൂടെ BSNL ഐഡിയ കമ്പനികൾക്കായുള്ള ഒപ്റ്റിക്കൽ കേബിൾ വലിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാരുടെ അശ്രദ്ധയിലാണ് പൈപ്പ് പൊട്ടിയത്. വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചെങ്കിലും സംസ്ഥാന പാതയോരത്ത് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വൻ കുഴിയെടുത്ത് പോയിട്ട് ദിവസങ്ങളായി. ഒരു പൈപ്പ് പൊട്ടിയാൽ അത് ശരിയാക്കാനുള്ള സാമഗ്രികൾ കയ്യിലില്ലാത്തവരാണോ വാട്ടർ അതോറിറ്റി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കേബിൾ ഇടാൻ കരാറെടുത്ത കമ്പനിക്കും ഇക്കാര്യത്തിൽ മതിയായ ശ്രദ്ധയില്ലാത്തതിലും നാട്ടുകാർ അമർഷം രേഖപ്പെടുത്തി. വൻ കുഴിയെടുത്തത് മൂലം സംസ്ഥാന പാതയിൽ കുന്നത്തങ്ങാടി സെന്ററിൽ ഗതാഗത കുരുക്കുണ്ട്. കുഴി മൂടാത്തത് മൂലം തന്റെ സ്ഥാപനം 4 ദിവസമായി അടഞ്ഞുകിടക്കുകയാണെന്ന് കുന്നത്തങ്ങാടി സ്വദേശി ബെന്നി തോമസ് പറഞ്ഞു. ഞായറാഴ്ച മുതൽ 4 ദിവസമായിട്ട് ഞാൻ എൻ്റെ കട മുടങ്ങി കൊടുക്കുകയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡും ഉള്ളതുകൊണ്ട് കുട്ടികളും യാത്രക്കാരും ഈ കുഴിയിൽ വീഴാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സെൻറ്ററിലുണ്ട്. വണ്ടികളാണെങ്കിൽ ആകെ തിക്കും തിരക്കയിലും വന്ന് പെടുകയാണ്. വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞിട്ട് ഇതുവരെ ഒരു കാര്യങ്ങളും ഞങ്ങളോട് മറുപടി തന്നിട്ടില്ല. പൈപ്പിടുന്ന സ്വകാര്യ കമ്പനിയോ വാട്ടർ അതോറിറ്റിയോ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. പൈപ്പ് പൊട്ടി വെള്ളം നിലച്ചതുമൂലം സമീപത്തുള്ള അരിമ്പൂർ പഞ്ചായത്തിന്റെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തുന്നില്ല.
3 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ടാങ്കിൽ നിന്നാണ് അരിമ്പൂർ പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും വെള്ളമെത്തുന്നത്. കിണറുകളിൽ വെള്ളമില്ലാത്തതും ദിവസങ്ങളായി പൈപ്പിലൂടെയുള്ള വെള്ളം മുടങ്ങിയതും ജനങ്ങളെ വലയ്ക്കുകയാണ്. പൈപ്പിൽ വെള്ളം വന്നിട്ട് 5 ദിവസമായി. കിണറ്റിൽ വെള്ളമില്ല, കുടിക്കാനായിട്ട് തീരെ വെള്ളമില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. നിസ്സാരമായി തീർക്കാവുന്ന അറ്റകുറ്റപ്പണികളിൽ അലംഭാവം കാണിച്ച വാട്ടർ അതോറിറ്റി അധികൃതരോട് കുടിവെള്ള പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണാൻ മുരളി പെരുന്നെല്ലി MLA കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. TCV അന്തിക്കാട്. ഒരിടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് വെരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വൈദ്യുതി കുടിശ്ശിക 1 കോടിയിലേറെ ആയതോടെയാണ് വൈദ്യുതി വകുപ്പ് സ്പിന്നിംഗ് മില്ലിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. തുടർന്ന് മന്ത്രി AC മൊയ്തീൻ ഇടപെട്ട് 1.5 മണിക്കൂറിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കെടുകാര്യസ്ഥതയും മാനേജ്മെന്റിന്റെ പിടിപ്പുകേടുമാണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണമെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. നികുതി കുടിശ്ശിക വരുത്തിയ സ്വകാര്യ മൊബൈൽ ടവറുകളുടെ കൺട്രോൾ റൂം അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതർ അടച്ചുപൂട്ടി വൈദ്യുതി വിച്ഛേദിച്ചു. മണ്ണമ്പേട്ടയിലും കരുവാപ്പടിയിലും പ്രവർത്തിക്കുന്ന വോഡാഫോൺ, ഐഡിയ തുടങ്ങിയ കമ്പനികളുടെ ടവറുകളുടെ പ്രവർത്തനമാണ് നിർത്തിവച്ചത്. 2 ടവറുകളിൽ നിന്നായി 30,000 രൂപയാണ് നികുതി ഇനത്തിൽ പഞ്ചായത്തിന് ലഭിക്കാനുള്ളത്. പലതവണ നേരിട്ടും കത്ത് മുഖേനയും കമ്പനികളെ വിവരമറിയിച്ചിട്ടും നികുതി അടയ്ക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് എത്തിയതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ജനറേറ്റർ ഓഫ് ചെയ്യുകയും കൺട്രോൾ റൂം അടച്ചുപൂട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ടവറുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമുടമകളുടെ അനുവാദത്തോടെയാണ് പഞ്ചായത്ത് നടപടിയെടുത്തത്. സാധാരണക്കാർ ഉൾപ്പെടെ പഞ്ചായത്തിലെ എല്ലാവരും നികുതി അടച്ചിട്ടും മൊബൈൽ ടവറുകൾ മാത്രമാണ് കുടിശ്ശിക വരുത്തിയതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇൻവെർട്ടറുകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ടവറുകൾ പ്രവർത്തിക്കുന്നത്. നിശ്ചിത സമയം കഴിഞ്ഞാൽ മേഖലയിൽ മൊബൈൽ സേവനങ്ങൾ നിശ്ചലമാകാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി, വൈസ് പ്രസിഡന്റ് സനൽ മഞ്ഞളി, പഞ്ചായത്ത് അംഗം ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികളെടുത്തത്. TCV ന്യൂസ്, പുതുക്കാട്. മാളയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസിന്റെ ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം ചോർന്നതിനെ തുടർന്ന് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്ന KSRTC ബസ് മാള ESI ഡിസ്പെൻസറിക്ക് സമീപം എതിർദിശയിൽ നിന്ന് വന്ന കാറുമായി ഇടിക്കുകയായിരുന്നു. റോഡിലേക്കൊഴുകിയ ഡീസൽ കഴുകിക്കളഞ്ഞ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുണ്ടന്നൂരിൽ റോഡരികിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. മുട്ടിക്കൽ കോളനി റോഡിനടുത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. വീണ്ടും ഒരു കാരുണ്യയാത്രയുടെ ഒരുക്കത്തിലാണ് മിൻഹാജും ചാലക്കുടിയിലെ സ്വകാര്യ ബസ്സുകളും. നോർത്ത് ചാലക്കുടിയിലെ വടക്കൻ ജോജോയ്ക്ക് വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ലക്ഷ്യം. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സയിലേക്ക് എത്ര രൂപ സ്വരൂപിക്കാനാകുമെന്ന് സംഘത്തിന് നിശ്ചയമില്ല. ഒരു ദിവസം നഗരത്തിലെ 100ഓളം ബസ്സുകളും പല റൂട്ടുകളിലും തലങ്ങും വിലങ്ങും ഓടും. ഇന്ധന ചിലവ് കഴിച്ചുള്ള മുഴുവൻ തുകയും ജോജോയുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുകയും ചെയ്യും. വലിയൊരു തുക സംഭരിക്കാനാകുമെന്ന് സംഘം ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10ഓളം യാത്രകളുടെ അനുഭവമാണ് ഇവരെ പ്രതീക്ഷയുടെ ടോപ്പ് ഗിയറിലെത്തിക്കുന്നത്. 2 വർഷം മുൻപായിരുന്നു 47കാരനായ മിൻഹാജിന്റെ മനസ്സിൽ ഇത്തരം ജീവൻ യാത്രയുടെ ആശയം ഉടലെടുത്തത്. ചുമട്ടുതൊഴിലാളിയായ അൻവറിന്റെ വൃക്ക മാറ്റിവെക്കൽ എന്ന ദൗത്യം ഏറ്റെടുത്തായിരുന്നു മിൻഹാജ് ആദ്യം തന്റെ മിഷാൽ എന്ന ബസ് ഒരു ദിവസം നിരത്തിലിറക്കിയത്. വൈകിട്ട് നോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ സംഖ്യ 2 ലക്ഷത്തിലെത്തിയത് മിൻഹാജിനെയും സംഘത്തെയും ആശ്ചര്യപ്പെടുത്തി. ഡീസലിന്റെ പണം പോലും എടുക്കാതെ അപ്പോൾ തന്നെ തുക മൊത്തമായി രോഗിയുടെ ബന്ധുക്കൾക്ക് കൈമാറി. തുടർന്ന് നിർധനരായ പലരും ഇത്തരം ആവശ്യവുമായി സമീപിച്ചപ്പോൾ ഇയാൾ മുഖം തിരിച്ചില്ലെന്ന് മാത്രമല്ല, തന്റെ കൂടുതൽ ബസ്സുകളും ഇതിനായി നിരത്തിലിറക്കി. പിന്നീട് മറ്റു ബസ് ഉടമകളും ദൗത്യത്തിൽ പങ്കാളികളായി. അന്നനാട്ടുകാരനായ ബസ് ജീവനക്കാരന്റെ മകന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഓടിയത് 100ഓളം ബസ്സുകൾ. 9 ലക്ഷം രൂപ ബന്ധുക്കളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം
അധിക ദിവസം നീണ്ടുനിന്നില്ലെന്ന് മിൻഹാജ് പറഞ്ഞു. യുവാവ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനമായിട്ട് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ 4 വണ്ടി നമ്മുടെ വണ്ടി ഓടുമ്പോൾ അവർ 100 വണ്ടിയോളം നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ചാലക്കുടിയിൽ തന്നെ 100 വണ്ടികൾ. അങ്ങനെ ഒരു പ്രാവശ്യം നമുക്ക് 9 ലക്ഷം രൂപയോളം തിരിച്ച് കൊടുക്കാൻ പറ്റി. ഇത് വണ്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. നമ്മൾ സഹായിക്കാൻ നമ്മളിങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അവർ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട്. പിന്നീട് നിർധന കുടുംബത്തിന് വീട് വയ്ക്കുന്നതിനും ചാലക്കുടിയിലെ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇത്തരം സേവനം മാത്രമാണ് തനിക്ക് കൈമുതലെന്ന് മുതൽപേർ വീട്ടിൽ കാജ ഹുസൈന്റെ മകൻ മിൻഹാജ് പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. മലക്കപ്പാറയിൽ കാട്ടാനയെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. മലക്കപ്പാറ സ്വദേശി ചിന്നദുരൈക്കാണ് പരിക്കേറ്റത്. കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സംഭവം. കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ആന ഇരുട്ടിൽ നിൽക്കുന്നത് കണ്ട് തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി സമീപത്ത് നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിന്റെ അടിയിലേക്ക് വീഴുകയായിരുന്നു. കാട്ടൂരിൽ കൃഷിയിടത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയും കർഷകനുമായ മുളങ്ങാടൻ സുരേന്ദ്രന്റെ കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കാൻ ഭൂമിക്കടിയിലൂടെ സ്ഥാപിച്ച പൈപ്പ് തകർക്കുകയും വാഴ ഉൾപ്പെടെയുള്ള പച്ചക്കറി തൈകൾ നശിപ്പിക്കുകയും ചെയ്തു. വിളവെടുക്കാറായ പച്ചക്കറികൾ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കാട്ടൂർ പോലീസിൽ പരാതി നൽകി. ബസ് യാത്രക്കിടെ യുവതിയുടെ ബാഗിൽ നിന്ന് 16,000 രൂപയും 1 പവന്റെ സ്വർണ്ണാഭരണവും മോഷ്ടിക്കപ്പെട്ടതായി പരാതി. മതിലകം കൂളിമുട്ടം സ്വദേശി ചേന്നമംഗലത്ത് അൻസാരിയുടെ ഭാര്യ റഹിയാനത്തിന്റെ ബാഗിൽ നിന്നാണ് പണവും ആഭരണവും നഷ്ടപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ തളിക്കുളത്തേക്ക് പോകാനായി പുതിയകാവ് സെന്ററിൽ നിന്നുമാണ് റഹിയാനത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ കയറിയത്. ബസ്സിൽ വൻ തിരക്കായിരുന്നുവെന്ന് റഹിയാനത്ത് പറഞ്ഞു. ബാഗിനുള്ളിൽ ചെറിയ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത്. മതിലകം പോലീസിൽ പരാതി നൽകി. പുതിയകാവിൽ നിന്ന് ഒരു 10 മണിക്കും 10:30-ക്കുള്ളിലായിട്ട് തളിക്കുളം സെൻറ്ററിലെത്തി. അതിനിടയിലാണ് എൻ്റെ ബാഗിൽ നിന്ന് പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ പൈസ ഉണ്ടായിരുന്നു, ഒരു 16,000-ഓളം രൂപ ഉണ്ടായിരുന്നു. പിന്നെ കൈച്ചെയിനും ഉണ്ടായിരുന്നു, ഒരു ജോഡി കമ്മലുണ്ടായിരുന്നു, പിന്നെ പാൻ കാർഡ് ഉണ്ടായിരുന്നു, 2 ATM കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് കാർഡും 2 ഉണ്ടായിരുന്നു. ഞാൻ വൈകിട്ടാണ് അറിയുന്നത്. ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് പുറത്തെ സിബിൽ. കുണ്ടന്നൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കടങ്ങോട് പരപ്പാട്ട് വീട്ടിൽ ജിജിൻ, ഒഴിച്ചാലിൽ വീട്ടിൽ നന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ മുട്ടിക്കൽ റോഡിന് സമീപം ഇന്നലെ രാത്രിയിലാണ് അപകടം നടന്നത്. റോഡിനരികിലുള്ള വലിയ തോട്ടിലേക്ക് തല കീഴായി മറിഞ്ഞ് ഭിത്തികൾക്കുള്ളിൽ കുടുങ്ങുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രാമീണ നാടകവേദികളിലൂടെ നാടകകലയ്ക്കും സമൂഹത്തിനും ഊർജ്ജമാവുകയാണ് ആത്രപ്പുള്ളി നാരായണൻ എന്ന നാടക പ്രവർത്തകൻ. രാജ്യം മുഴുവൻ നാടകങ്ങളുമായി ഓടി നടക്കുന്ന കുന്നംകുളത്തിനടുത്തെ ഞമനേങ്ങാട്ടുള്ള തിയേറ്റർ വില്ലേജിന്റെ ജീവനാഡിയാണ് നാരായണേട്ടൻ. യുവാക്കളെ കൂട്ടുപിടിച്ച വീട്ടുമുറ്റങ്ങളിൽ പരിശീലനവും അവതരണവും നടത്തി അതുവഴി നാടകലോകത്തേക്കും പ്രേക്ഷക ഹൃദയങ്ങളിലേക്കും പതിയെ നടന്നു കയറിയ നാരായണേട്ടന് ഗ്രാമീണ നാടകവേദിക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ഈ വർഷത്തെ ബിക്കാനിയർ നാടക പുരസ്കാരം ലഭിച്ചിരുന്നു. രാജസ്ഥാനിൽ നടന്ന ബിക്കാനിയർ നാടകോത്സവത്തിൽ വെച്ചാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഞമനേങ്കാട് നാടകത്തിന്റെ മണ്ണാണ്. പണ്ട് മുതലേ നാടകങ്ങളില്ലാത്ത രാവുകൾ ഞമനേങ്കാടിന് അന്യമായിരുന്നു. പിന്നീടെങ്ങോ ഞമനേങ്കാട്ടെ നാടകരാവുകൾ അസ്തമിച്ചു. പിന്നീട് നാരായണേട്ടനിലൂടെ ഞമനേങ്കാട്ടെ നാടക സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് മുളച്ചു തുടങ്ങി. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നാരായണേട്ടനായിരുന്നു. ഇതാണ് നാടകത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. യുവാക്കളെ സംഘടിപ്പിച്ച് ആരംഭിച്ച തിയേറ്റർ വില്ലേജ് കേരള കലാസാംസ്കാരിക വേദിയിൽ ഇടം നേടിക്കഴിഞ്ഞു. തിയേറ്റർ വില്ലേജിന്റെ ഞായറാഴ്ച എന്ന നാടകം 2014 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. നിരവധി ദേശീയ അന്തർദേശീയ നാടകവേദികളിലും ഈ നാടകം അവതരിപ്പിച്ചു. പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ നാടക പ്രവർത്തകരെ തിയേറ്റർ വില്ലേജിലെത്തിക്കാനും ഈ കൂട്ടത്തിന് സാധിച്ചു. അവരുടെ നാടകങ്ങൾ കാഴ്ചക്കാർക്ക് കാണാനുള്ള അവസരവും സൃഷ്ടിച്ചു. പ്രശസ്ത ബംഗാളി നാടക സംവിധായകനായ പ്രബീർ ഗുഹയും സംഘവുമാണ് അവസാനമായി തിയേറ്റർ വില്ലേജിലെത്തിയ നാടക പ്രവർത്തകൻ. ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും പരിസ്ഥിതി പ്രവർത്തകരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ വില്ലേജ് എന്ന ആശയത്തിലാണ് ഇപ്പോൾ തിയേറ്റർ വില്ലേജ്. നാടക വിദ്യാലയം എന്ന പേരിൽ കുട്ടികൾക്ക് നാടക പരിശീലനവും നൽകുന്നുണ്ട്. ലോക നാടക ദിനമായ ബുധനാഴ്ച നാടകത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് കൂടി ഈ ഗ്രാമം ഒന്നിക്കുകയാണ്. TCV കുന്നംകുളം. ഒരിടവേള.
അമ്മയ്ക്ക് കളർഫുൾ സാരി. ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. ലോക നാടക ദിനത്തിന്റെ ഭാഗമായി തീരദേശത്തെ നാടക കലാകാരന്മാർക്കായി ഡായ് ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ ആദരം. നാടക രചയിതാവ് ശിവൻ കരാഞ്ചിറ, സംവിധായകൻ മനോ മോഹനൻ, അഭിനേതാക്കളായ വത്സൻ പൊക്കാഞ്ചേരി, അമ്പിളി കയ്പമംഗലം എന്നിവരെയാണ് ട്രസ്റ്റ് ആദരിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി നാടക കലാകാരന്മാർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ആന്റോ തുറയൻ അധ്യക്ഷനായിരുന്നു. RI സക്കറിയ, അഷ്റഫ് അമ്പയിൽ, ജോസ് താടിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂരിൽ സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം നികത്തുന്നതായി പരാതി. കുളം നവീകരണത്തിനായെടുത്ത അനുമതിയുടെ മറവിലാണ് കുളം ഭാഗികമായി നികത്തുന്നത്. കാട്ടൂർ ബസാറിനടുത്തുള്ള 8 അടി പാലത്തിന്റെ സമീപത്താണ് നികത്തൽ. കാട്ടൂർ പഞ്ചായത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ചെമ്പൻചാൽ, വലക്കഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ അധിക ജലം ഒഴുക്കിവിടുന്നത് ഈ കുളത്തിലേക്കാണ്. കുളം നികത്തുന്നതോടെ വർഷകാലത്ത് ഈ പ്രദേശത്തുള്ളവർക്ക് വീടുകളിൽ വെള്ളം കയറി താമസിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാകും. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കടുത്ത വേനലിലും ജലസമൃദ്ധമായ മറ്റത്തൂരിലെ വെള്ളിക്കുളം വലിയ തോട്ടിൽ വൈകുന്നേരങ്ങളിൽ മുങ്ങി കുളിക്കാനെത്തുന്നവരുടെ തിരക്കേറുന്നു. തോട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള തടയണകളിൽ നിറഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ നീന്തിക്കുളിച്ചും മുങ്ങാങ്കുഴിയിട്ടും മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഇവർ മടങ്ങുന്നത്. വെള്ളിക്കുളം തോട്ടിലെ കൊടുങ്ങ, വെള്ളിക്കുളങ്ങര, കോപ്പിളിപ്പാടം, മാങ്കുറ്റിപ്പാടം, ചേലക്കാട്ടുകര, ചെട്ടിച്ചാൽ, നരയൻകുറ്റി എന്നിവിടങ്ങളിലെ തടയണകളിലെല്ലാം വൈകുന്നേരമായാൽ മുങ്ങിക്കുളിക്കുന്നവരുടെ തിരക്കാണ്. ആറങ്ങാട്ടുകര, തലശ്ശേരി മേഖലയിൽ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ദുസ്സഹമാകുന്നു. തലശ്ശേരി വേട്ടാണിയിലാണ് മാലിന്യ നിക്ഷേപം സ്ഥിരമാകുന്നത്. മാംസാവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുമാണ് ഇവിടെ കൂടുതലായി നിക്ഷേപിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കടുത്ത വേനൽ ചൂടിലും നാട്ടിക കടപ്പുറം നിവാസികൾക്ക് ദാഹജലത്തിന് പഞ്ഞമില്ല. നാട്ടിക ബീച്ച് റോഡിലൂടെ കടന്നുപോകുന്ന ആർക്കും 2 കുടുംബങ്ങൾ ഒരുക്കിവെച്ച ദാഹജലം അമൃതിനോളം തുല്യമാണ്. നാട്ടിക ബീച്ച് റോഡിൽ താമസിക്കുന്ന കറുകപ്പാടത്ത് അബ്ദുൽ മാലിക്കാണ് സഹജീവികളുടെ ദാഹമകറ്റാം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സുഹൃത്തായ കാവുങ്ങൽ വീട്ടിൽ ഷംസുദ്ദീനും കുടുംബവും കുടിനീരെന്ന ആശയത്തിന് പിന്തുണയുമായി എത്തി. വാട്ടർ അതോറിറ്റി നൽകുന്ന ശുദ്ധജലമാണ് തീരദേശവാസികളുടെ പ്രധാന ആശ്രയം. വേനൽക്കാലത്ത് തൊഴിലാളികളും മറ്റും കുടിവെള്ളം തേടിയെത്തിയതാണ് മറ്റുള്ളവർക്കായി കുടിവെള്ളം പങ്കുവയ്ക്കാനുള്ള ആശയത്തിന് പ്രചോദനമായതെന്ന് വീട്ടുകാർ പറയുന്നു. ഈ ബീച്ച് റോട്ടിൽ കണ്ടമാന ആൾക്കാർ, വണ്ടികളും ആൾക്കാരൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ദാഹത്തിന് വേറെ വല്ലയിടത്തും പോയി കുടിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ വലിയൊരു ഉപകാരമായ ആൾക്കാർക്ക്. വിദേശത്ത് ജോലിയുള്ള അബ്ദുൽ മാലിക്കും ഷംസുദ്ദീനും തങ്ങളുടെ മനസ്സിലെ ആശയത്തെ ഉടൻ പ്രാവർത്തികമാക്കി. 24 മണിക്കൂറും തീർത്തും ശുദ്ധമായ തണുത്ത വെള്ളം നൽകാൻ വീടിന് മുന്നിലെ മതിലിൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഫിൽറ്ററും തണുപ്പിക്കാൻ ഫ്രീസറും സ്ഥാപിച്ചു. ഇതിന് മാത്രമായി 30,000 രൂപ ചിലവാക്കി. വൈദ്യുതിക്ക് ആവശ്യമായ പണം ചിലവാക്കുന്നത് കാവുങ്ങൽ ഷംസുദ്ദീനാണ്. മതിലിന് മുന്നിൽ കുടിവെള്ളം ശേഖരിക്കാൻ ടാപ്പും സ്റ്റീൽ കപ്പും ഒരുക്കി വെച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതുകൊണ്ട് വെക്കേണ്ടി വന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിന് നല്ല ചൂടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചൂടിന് വെള്ളത്തിന് ആൾക്കാർ ഇങ്ങനെ ദാഹിച്ച് കുപ്പി ഈ ഇതിൽ നിന്ന് എടുത്തിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ സ്വയം അദ്ദേഹത്തിനും തോന്നി. പിന്നെ ഗൾഫുകളിലുണ്ടല്ലോ അപ്പോൾ നമ്മളോട് ഈ ചൂട് കാലത്ത് ഇതിൻ്റെ. അപ്പോൾ ആ നിലയ്ക്ക് ഇത് വെച്ച് ഒരു പരീക്ഷണാർത്ഥം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആൾക്കാർക്കും വലിയ ഉപകാരം, നമുക്കിതുകൊണ്ട് നല്ലൊരു പുണ്യവും. നാട്ടുകാരും വഴിയാത്രികരും ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും ചുമട്ട് തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമെല്ലാം ഈ വീടിന് മുൻപിലെത്തി തങ്ങളുടെ ദാഹം അകറ്റുകയാണ്. കപ്പിൽ ശേഖരിച്ച വെള്ളം കുടിച്ചും കുപ്പികളിലും കന്നാസുകളിലും ശേഖരിച്ചും പോകുന്നവർ ഇവരുടെ കുടുംബങ്ങൾക്ക് മനസ്സിൽ നേരുന്നത് പ്രാർത്ഥന മാത്രമാണ്. TCV തൃപ്രയാർ. അബുദാബിയിൽ നടന്ന ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിനി PC ത്രേസ്യ വെങ്കല മെഡൽ നേടി. 400 മീറ്റർ റിലേയിലാണ് ത്രേസ്യ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്.
400 മീറ്റർ ഓട്ടത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ കായിക പ്രതിഭ ഡിസ്കസ് ത്രോയിൽ 5ാം സ്ഥാനത്തിനും അർഹയായി. ഈ മാസം 14 മുതൽ 21 വരെ അബുദാബിയിലാണ് അന്താരാഷ്ട്ര സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നത്. കേരളത്തിൽ നിന്ന് ത്രേസിയടക്കം 28 പേർ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു. എറണാകുളം പൂവത്തുശ്ശേരി പറമ്പത്ത് പോൾ ചാക്കോ അൽഫോൺസ ദമ്പതികളുടെ മകളാണ് പ്രിയ എന്ന് വിളിക്കുന്ന PC ത്രേസ്യ. 2016 രാജസ്ഥാനിൽ നടന്ന ദേശീയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ 2 സ്വർണവും 1 വെള്ളിയും ത്രേസ്യ കരസ്ഥമാക്കിയിരുന്നു. പട്ടേപ്പാടം റൂറൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തുമ്പൂർ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. തുമ്പൂർ സെന്ററിന് സമീപം ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് RK ജയരാജൻ നിർവഹിച്ചു. ആദ്യ നിക്ഷേപം MN മോഹനനിൽ നിന്ന് ജയരാജൻ ഏറ്റുവാങ്ങി. ബാങ്ക് വൈസ് പ്രസിഡന്റ് T ചാക്കുണ്ണി പ്രൊഫസർ വർഗീസ് കോങ്കോത്തിന് പാസ്ബുക്ക് നൽകി ആദ്യ അക്കൗണ്ട് ആരംഭിച്ചു. മുൻ ബാങ്ക് പ്രസിഡന്റുമാരായിരുന്ന KK ചന്ദ്രശേഖരൻ, VA അബ്ദുൽ ഖാദർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വേളൂക്കര പുത്തഞ്ചിറ പഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയിൽ വരുന്ന പട്ടേപ്പാടം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 2ാമത്തെ ശാഖയാണ് തുമ്പൂരിൽ ആരംഭിച്ചിട്ടുള്ളത്. പാടൂർ പുളിക്കക്കടവ് 5ാംകല്ല് റോഡിൽ മരാമത്ത് വകുപ്പിന്റെ കാന നിർമ്മാണം ഇഴയുന്നതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലശ്ശേരി പഞ്ചായത്തിലെ കാരായി റോഡ് മുതൽ പടിഞ്ഞാറ് ട്രാൻസ്ഫോമർ വരെയുള്ള ഭാഗത്ത് കാന കോരിയിട്ട് ആഴ്ചകളായെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും നിർമ്മാണം എങ്ങുമെത്തിയില്ല. കരാറുകാരനും ഉപകരാറുകാരനും തമ്മിലുള്ള തർക്കം മൂലം നിർമ്മാണം സ്തംഭിച്ച മട്ടാണ്. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാത്തത് മൂലം യാത്രാക്ലേശം രൂക്ഷമാണ്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന സന്ദേശമുയർത്തി നടത്തുന്ന കലാജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. ഹരിത കേരളത്തിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി തുണി, കടലാസ്, ചണം, ഓല, ഈറ, കാർഡ്ബോർഡ് എന്നിവ ഉപയോഗിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമാണ് കലാജാഥയിൽ പ്രചരിപ്പിക്കുന്നത്. PB അമീർജാൻ, PD പൗലോസ്, KK നിമിഷ്, KK മനീഷ് എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയിൽ 2019-20 സാമ്പത്തിക വർഷത്തേക്കായി നടത്തിയ വിവിധ ലേലങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗം അംഗീകരിച്ചു. ബസ് സ്റ്റാൻഡ് ഫീസ്, ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ, പച്ചക്കറി മാർക്കറ്റ്, ബ്ലാങ്ങാട് ബീച്ച് കംഫർട്ട് സ്റ്റേഷൻ, ബീച്ച് പാർക്കിംഗ്, ബസ് സ്റ്റാൻഡ് ടെർമിനൽ, TV പരിസരം എന്നിവയാണ് പുനർലേലം ചെയ്തത്. എല്ലാ ലേലവും നഗരസഭ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ തുകയ്ക്കാണ് ലേലം പോയത്. എന്നാൽ അറവുശാല, ഫിഷർമാൻ യൂട്ടിലിറ്റി സെന്റർ എന്നിവ ആരും ലേലത്തിനെടുത്തില്ല. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടക 5% വർദ്ധിപ്പിച്ച് കരാർ പുതുക്കി നൽകാനും യോഗം തീരുമാനിച്ചു. വൈസ് ചെയർമാൻ മഞ്ജുഷ സുരേഷ്, പ്രതിപക്ഷ നേതാവ് KK കാർത്തിയായനി, AH അക്ബർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് വോട്ട് തേടി മാപ്പിളപ്പാട്ട് കലാകാരന്റെ സൈക്കിൾ പ്രചാരണ യാത്ര. സ്റ്റേറ്റ് മാപ്പിളപ്പാട്ട് ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പഴുവിലാണ് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സൈക്കിളിൽ പ്രചാരണ യാത്ര സംഘടിപ്പിച്ചത്. സ്വന്തം സൈക്കിളിൽ മറ്റാരുടെയും പ്രേരണയില്ലാതെയാണ് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയായ TN പ്രതാപന്റെ വിജയത്തിനായുള്ള പ്രചാരണ യാത്രയെന്ന് ഉമ്മർ പഴുവിൽ പറയുന്നു. നയിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ ഭരിക്കാൻ വേണ്ടി നമ്മളെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വിജയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം ഊർജവും സ്വന്തം സൈക്കിളും സ്വന്തം വിശപ്പും ദാഹമൊക്കെ സഹിച്ച് ഞാൻ പ്രതാപേട്ടന് വേണ്ടി ഒരു സൈക്കിൾ പര്യടനം നടത്തുകയാണ്. UDFന്റെ നാട്ടികയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച 2ാം ഘട്ട യാത്ര DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാലക്കുടി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് പര്യടനം നടത്തി. എല്ലായിടങ്ങളിലും ആവേശോജ്വല സ്വീകരണങ്ങളാണ് സിറ്റിംഗ് MP-ക്ക് ലഭിച്ചത്. സ്ത്രീകളടക്കം നിരവധി ആളുകൾ യോഗങ്ങളിൽ പങ്കെടുത്തു. BD ദേവസി MLA, CPM ഏരിയ സെക്രട്ടറി TA ജോണി, UP ജോസഫ്, അഡ്വക്കേറ്റ് PK ഗിരിജ വല്ലഭൻ തുടങ്ങിയ നേതാക്കളും പര്യടനത്തിനുണ്ടായിരുന്നു. നാടാകെ പൂത്തുലഞ്ഞ് കണിക്കൊന്നകൾ. പല മരങ്ങളും ഇലകളില്ലാത്ത വിധം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രളയത്തിന് ശേഷമുള്ള ആദ്യ വസന്തകാലം കാലേക്കൂട്ടിയാണ്
പ്രകൃതി കണിക്കൊന്നകൾക്ക് സമ്മാനിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ കണിക്കൊന്നയെ നന്നായി ഉപയോഗിച്ചു തുടങ്ങി. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ വരവേൽക്കുന്നത് കൊന്നപ്പൂക്കൾ നൽകിയാണ്. അമിതമായ ചൂടാണ് കണിക്കൊന്നകളുടെ ക്രമാതീതമായ പൂക്കാലത്തിന് വഴിയൊരുക്കിയതെന്ന് കർഷകർ പറയുന്നു. എഴുത്തുകാരി അഷിതയുടെ നിര്യാണത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല സമിതി അനുശോചന യോഗം ചേർന്നു. ലൈബ്രറിയൻ ജയൻ അവണൂർ അധ്യക്ഷത വഹിച്ചു. ടി.K. ബിന്ദ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. K.S. അഖിൽ, M.S. സുജിത് എന്നിവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥി T.N. പ്രതാപൻ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിലെ ബുധനാഴ്ച ആചരണത്തിന്റെ ഭാഗമായുള്ള നേർച്ച ഊട്ടിൽ പ്രതാപൻ പങ്കെടുത്തു. ഒട്ടേറെ UDF നേതാക്കളും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭാ പാർക്കിൽ കളിക്കാനെത്തിയ ഭിന്നശേഷിക്കാരിയായ 4ാം ക്ലാസ്സുകാരിയുടെ സത്യസന്ധതയ്ക്ക് സുവർണത്തിളക്കം. കാരിയൂർ BRC സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തമ്പുരാൻപടി അതിരിങ്ങൽ പ്രകാശന്റെ മകളുമായ പാർവതിയാണ് പാർക്കിൽ നിന്ന് വീണുകിട്ടിയ 1 പവനോളം തൂക്കം വരുന്ന പാദസരം ഉടമയ്ക്ക് നൽകിയത്. വൈകിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളെ കളിക്കുന്നതിനായി പാർക്കിൽ കൊണ്ടുവന്നപ്പോഴാണ് പാദസരം ലഭിച്ചത്. പാർവതി ഉടൻ തന്നെ പാദസരം ഒപ്പമുണ്ടായിരുന്ന അമ്മ ബിന്ദുവിനെ ഏൽപ്പിച്ചു. തുടർന്ന് അധ്യാപകർ നഗരസഭാ അധികൃതരെ ബന്ധപ്പെട്ടപ്പോഴാണ് തിങ്കളാഴ്ച പാർക്കിൽ കളിക്കാനെത്തിയ വയലത്തൂർ മൂത്തേടത്ത് സജീവ് കുമാറിന്റെ മകൾ അതിഥിയുടെ പാദസരം കളഞ്ഞുപോയത് അറിഞ്ഞത്. തുടർന്ന് പാദസരം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ M. രതിക്ക് പാർവതി കൈമാറി. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിന് ISO അംഗീകാരം. വിദ്യാഭ്യാസ, ഗവേഷണ, സാമൂഹിക, സാംസ്കാരിക, കലാകായിക മേഖലകളിലെ മികവുറ്റ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ വിദഗ്ധ സമിതി ISO അംഗീകാരം നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് KM അബ്ദുൾ സലാം, പ്രിൻസിപ്പൽ ഡോക്ടർ അജിംസ് P. മുഹമ്മദ് എന്നിവർ പറഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റ് കൊടകര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. BD ദേവസി MLA, UP ജോസഫ്, അഡ്വക്കേറ്റ് ഗിരിജ വല്ലഭൻ, KA ജോണി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ചെയർമാൻ MK ജോസ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദിന ആറാട്ട് ഉത്സവത്തിന് സമാപനമായി. വിശേഷാൽ പൂജ, ശീവേലി എന്നിവയ്ക്ക് ശേഷം ആറാട്ട് ബലി, കൊടിക്കൽ പറ തുടങ്ങിയവയും നടന്നു. ഭക്തജനങ്ങൾക്ക് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഈ മാസം 31-ന് ആഘോഷിക്കും. പൂരാഘോഷത്തിന് തുടക്കമിട്ട് കൊടിയേറ്റം നടത്തി. തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. LDWF ചാവക്കാട് വെസ്റ്റ് മഹിളാ കൺവെൻഷൻ KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം സെക്രട്ടറി സഫൂറ ബക്കർ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീതാ രാജൻ, മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഷീജ പ്രശാന്ത്, മഞ്ജുഷ സുരേഷ് എന്നിവർ സംസാരിച്ചു. പാവറട്ടിയിൽ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പാവറട്ടി മനപ്പടി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള അപകട വളവിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വാഹനമിടിച്ച് ചത്തതാണെന്ന് കരുതുന്നു. നാട്ടുകാർ പാവറട്ടി പോലീസിലും വനംവകുപ്പ് അധികൃതർക്കും വിവരം നൽകി. UDF പുതുക്കാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ മന്ത്രി KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി TN പ്രതാപൻ, K ഗോപാലകൃഷ്ണൻ, TJ സനീഷ് കുമാർ, കല്ലൂർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നത്തങ്ങാടി സെന്ററിലെ 12ഓളം പെട്ടി ഓട്ടോറിക്ഷ, മിനി ബസ് തൊഴിലാളികൾ AITUCയിൽ നിന്ന് രാജിവെച്ച് INTUCയിൽ ചേർന്നു. അരിമ്പൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് ജൻസൺ ജെയിംസ്, KP കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം പടിഞ്ഞാട്ടുമുറിയിൽ പ്രളയ ദുരിതം അനുഭവിച്ചവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചുവെന്നാരോപിച്ച്
ദിശ തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കല്ലൂരിൽ പ്രതിഷേധ വിശദീകരണ യോഗം നടത്തി. ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. കുമാർ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സരിത ബാബു അധ്യക്ഷയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 3 ദിവസം കൂടി സൂര്യാഘാത സാധ്യത തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം എത്തുന്നില്ല. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാകുന്നു. കനാലിന്റെ വാലറ്റത്തുള്ള ചോങ്കുളത്തിൽ വെള്ളമെത്താത്തതാണ് പ്രതിസന്ധിയാകുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞ് എരുമപ്പെട്ടി മണ്ണാംകുന്ന് കോളനിയിലെ പൊതുകുളം. മലിനജലം വറ്റിച്ച് കുളം വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയെ ചാലക്കുടി പോലീസ് പിടികൂടി. നാട്ടികയിലും പാലിയേക്കരയിലും പുറമ്പോക്കിൽ വളർത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് അടച്ചിട്ട 2 വീടുകളിൽ മോഷണം. 5 പവൻ നഷ്ടപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.